നമസ്കാരം. പ്രതിപക്ഷത്തിന്റെ കോടാലിയായി അൻവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രവർത്തിക്കുകയാണ്. അതിന്റെ ഭാഗമായി സർക്കാരിനും കേരള പോലീസിനുമെതിരെയുമൊക്കെ നിരവധി വ്യാജ ആരോപണങ്ങൾ PV അൻവർ ഉയർത്തിയിരുന്നു. ആ ആരോപണങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായ മറുപടി നൽകുകയാണ് KT ജലീൽ. ദേശാഭിമാനിക്ക് നൽകിയ അഭിമുഖത്തിൽ അൻവറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടിയാണ് KT ജലീൽ ചില ഉദാഹരണങ്ങളൊക്കെ നിരത്തി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കത് നോക്കാം. അൻവറിന് എന്തു പറ്റി എന്ന് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് KT ജലീലിന്റെ മറുപടി ഇങ്ങനെയാണ്. PV അൻവറിന്റെ നിലപാട് മാറ്റത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. ചില IPS ഉദ്യോഗസ്ഥർ RSS പക്ഷപാതിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ CPIM ഭരണമായതിനാലാണ് RSSനെ ഇത്രയധികം തടയാനാകുന്നത്. UDF ഭരണമായിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര മന്ത്രി പ്രവർത്തിക്കുക RSS വൽക്കരണത്തിനാകും. TP സെൻകുമാറിനെ DGP ആക്കാതെ പിണറായി വിജയൻ മാറ്റി നിർത്തിയപ്പോൾ ലീഗിന്റെ മുന്നണി പോരാളിയായ വക്കീലാണ് സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചത്. വാദിക്കുക മാത്രമല്ല, ഒത്താശ ചെയ്തു കൊടുത്തു. സെൻകുമാറിന് അനുകൂലമായി വിധി വന്നപ്പോൾ ലീഗുകാർക്ക് എന്തൊരു സന്തോഷമായിരുന്നു. പിണറായി വിജയന്റെ മുഖത്ത് ഞങ്ങളൊന്ന് കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു ലീഗും RSSും ആഘോഷിച്ചത്. RSSനോട് ഐക്യം പ്രകടിപ്പിച്ച പ്രഥമ DGP ആയിരുന്നു TP സെൻകുമാർ. അദ്ദേഹം വിരമിച്ചുവിടാൻ പോയത് ആരുടെ ആലയത്തിലേക്കാണ്? കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്ന ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ മാറിയിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ RSS വൽക്കരണം ദ്രുതഗതിയിൽ മുന്നേറുമ്പോൾ ഇവിടെ താരതമ്യേന വളരെ കുറവാണ്. അത് കേരളത്തിന്റെ ഇടതുപക്ഷ ബോധവും മനസ്സുമാണ്. മികച്ച പോലീസ് സംവിധാനമാണ് ഇവിടെയെന്നും ജലീൽ പറയുന്നു. ഇനി പോലീസിനെ കുറിച്ചുള്ള അൻവറിന്റെ ആക്ഷേപത്തിന് ജലീലിന്റെ മറുപടി ഇങ്ങനെയാണ്. പരാതി പറഞ്ഞയുടൻ നടപടിയെടുക്കാനാകില്ല, അതിന് സമയം കൊടുക്കണം. സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ കോടതി വിധി നമ്മൾ കണ്ടതാണ്. സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ വീഴ്ച വരരുത്. ADGP ഉടൻ മാറ്റിയാലും പ്രതിപക്ഷം പറയും അന്വേഷിച്ചിട്ടല്ലേ നടപടിയെടുക്കേണ്ടതെന്ന്. കോടതിയിൽ പോയാൽ അനുകൂല വിധി കിട്ടുമെന്ന് മനസ്സിലാക്കി അയാളെ തന്നെ ADGP ആക്കാൻ വേണ്ടി സർക്കാർ കളിച്ചതാണ് എന്നാകും പ്രതിപക്ഷം പറയുക. അന്വേഷണം നടത്തിയാകണം നടപടി. കേരളത്തിന്റെ ചരിത്രത്തിൽ 100-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടത് പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ 100-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടത് പിണറായി മുഖ്യമന്ത്രിയായപ്പോഴാണ്. അതിൽ ഏറെയും ഹിന്ദു വിഭാഗമാണ്. എല്ലാത്തിലും മതം കലർത്തുന്നവർ, പിണറായി സംഘിയാണെന്ന് ആക്ഷേപിക്കുന്നവർ ആ ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം, വാങ്ങി നോക്കണം. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ എടുത്തത് പിണറായി വിജയന്റെ ഭരണത്തിലല്ല, 2015 ഉമ്മൻചാണ്ടി ഭരണത്തിലാണ്. മലപ്പുറത്തിന്റെ പേരു പറഞ്ഞാൽ അത് ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിക്കുന്നത് ലീഗാണ്. അതിന് പ്രേരണയാകുന്നത് ജമാഅത്തെ ഇസ്ലാമിയും. സ്വർണ്ണക്കടത്തും ഹവാലയും മതനിഷിബ്ധമാണ് എന്നൊരു പ്രസ്താവന 100 കണക്കിന് പള്ളികളുടെ ഗാസിയായ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പുറപ്പെടുവിക്കാത്തത് എന്തുകൊണ്ടാണ്? അൻവർ കൊടുത്ത പരാതിയിൽ സർക്കാർ ഉടൻ നടപടിയെടുത്തു. SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. SP-യെയും ചില DVSP-മാരെയും മാറ്റി. ADGP അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. കുറച്ച് സമയമെടുക്കും എല്ലാ കാര്യത്തിനും, അതുവരെ കാത്തിരിക്കണം. എന്നിട്ടും അതിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിൽ അൻവർ ഇന്ന് നിൽക്കുന്ന ഗ്രാഫ് ആയിരിക്കില്ല, അപ്പോൾ എത്രയോ മുകളിലാകും. എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്ന് അറിയില്ല. അക്കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ പലതവണ ശ്രമിച്ചു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് കൊടുത്ത മാന്യത ഇങ്ങോട്ടുണ്ടായില്ല. ജലീലിന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റില്ലെന്ന് അൻവർ പറഞ്ഞു. എന്നാൽ സ്വന്തം കാലിൽ നിന്ന ചരിത്രമേ ഉള്ളൂ. ഏതെങ്കിലും പ്രമാണിയുടെ ഒരു സഹായവും വാങ്ങിയിട്ടില്ല എന്നാണ് KT ജലീൽ പറയുന്നത്. അപ്പൊ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ വെറും ബാലിശമായ ആരോപണങ്ങളായിരുന്നുവെന്നും അൻവർ കാത്തിരിക്കണമായിരുന്നുവെന്നും അൻവർ ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നുവെന്നും ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടിയിരുന്നതെന്നും ഒക്കെയാണ് KT ജലീൽ പറയുന്നത്. ഇത് ഇപ്പോൾ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം സർക്കാരിനെ ഇല്ലാതാക്കാൻ, സർക്കാരിനെ താഴെയിറക്കാൻ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന് തുല്യമാണ് എന്ന് തന്നെയാണ് KT ജലീൽ പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം മീഡിയ വണ്ണിനെതിരെയും അതിശക്തമായി തന്നെ ഇദ്ദേഹം ആഞ്ഞടിക്കുന്നുണ്ട്. മീഡിയ വൺ പ്രചാരണത്തിൽ ലീഗിലെ ഒരു പ്രബല വിഭാഗം വീണുപോയെന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്ന് ലേഖകൻ ചോദിക്കുമ്പോൾ KT ജലീൽ പറയുന്നത് ഇങ്ങനെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചണ്ഡമായ പ്രചാരണങ്ങളിൽ ലീഗിലെ ഒരു വിഭാഗം വീണിട്ടുണ്ട്. അവരാണ് ലീഗിലെ തീവ്രവാദികൾ. ആ തീവ്ര മതാധിഷ്ഠിത ബോധമുള്ളവരാണ് CPM-നെ മുസ്ലിം വിരുദ്ധ പാർട്ടി എന്ന് പറയുന്നത്. അവരാണ് പിണറായി വിജയനെ സംഖ്യയായി ചാപ്പുകുത്തുന്നത്. മീഡിയ വൺ, മാധ്യമം എന്നിവയിലൂടെ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പ്രചാരണം ലീഗിലെ ഒരു വിഭാഗത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. കാരണം ലീഗിന് സ്വന്തമായി ഒരു ചാനലില്ല. സ്വന്തമായി ചന്ദ്രിക എന്ന പത്രമുണ്ടെങ്കിലും അവരിൽ വലിയ ശതമാനം വാങ്ങുന്നത് മാധ്യമമാണ്.
മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തുന്നതിൽ അത് നല്ല പങ്കു വഹിക്കുന്നുണ്ട്. മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ് നോക്കൂ. സി ദാവൂദ് നയിക്കുന്ന ഓരോ ചർച്ചയും മതനിരപേക്ഷതയ്ക്കുമേൽ അടിക്കുന്ന ആണിയാണ്. വർഗീയത ഓരോ മുസ്ലിമിന്റെയും മനസ്സിലേക്ക് അടിച്ചടിച്ച് കയറ്റുകയല്ലേ. ചാനലിന്റെ തലപ്പത്ത് എല്ലാവർക്കും സ്വീകാര്യരായ ചിലരുണ്ടാകും. ഇപ്പോൾ പ്രമോദ് രാമനാണ് ആ മുഖം. എന്നാൽ ഇവരെ ഉപയോഗിച്ച് കുടില തന്ത്രങ്ങളിലൂടെ ഒരു ജനസമൂഹത്തിന്റെ മനസ്സിലേക്ക് വർഗീയത അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് കെ ടി ജലീൽ പറയുന്നത്. ഇന്നത്തെ ഈ ദേശാഭിമാനിക്ക് കൊടുത്തിരിക്കുന്ന ഈ അഭിമുഖം സത്യത്തിൽ അൻവറിനുള്ള മറുപടിയാണ്, മീഡിയ വണ്ണിനുള്ള മറുപടിയാണ്, ജമാഅത്തെ ഇസ്ലാമിക്കുള്ള മറുപടിയാണ്. എന്തായാലും വളരെ വ്യക്തമായി പല ഫാക്ടുകൾ വെച്ചുകൊണ്ട്, പല ഉദാഹരണങ്ങൾ നിർത്തിക്കൊണ്ടൊക്കെയാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത്. എന്തുകൊണ്ട് ADGP അജിത് കുമാറിനെ മാറ്റുന്നില്ല എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായി തന്നെ കെ ടി ജലീൽ മറുപടി കൊടുക്കുന്നു. സത്യത്തിൽ അൻവർ എന്ന് പറയുന്ന MLA എത്ര വലിയ എടുത്തിയാട്ടക്കാരനാണ്. അദ്ദേഹത്തിന്റെ എടുത്തിയാട്ടം കൊണ്ട് നഷ്ടങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാഫ് എവിടെയാണ്? ഇന്ന് PV അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരു PC ജോർജ് പോലെയായി മാറിയിരിക്കുന്നു. അങ്ങനെ മാറാനിടയായ സാഹചര്യം എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ, ഈ കെ ടി ജലീലിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം KT ജലീൽ CPM നിന്ന് പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. ഒക്ടോബർ 2 ഞാൻ മാധ്യമങ്ങളെ കാണും, പുസ്തക പ്രകാശനം ചടങ്ങുമായി ബന്ധപ്പെട്ട് അന്ന് ഞാൻ എന്റെ ചില നിലപാടുകൾ പറയുന്നൊക്കെ വിചാരിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു അൻവറിനൊപ്പം KT ജലീൽ പോകുന്നു. പക്ഷേ KT ജലീൽ ആകട്ടെ, എന്താണ് ജലീൽ പറഞ്ഞത്? വെടിവെച്ച് കൊന്നാലും ഞാൻ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും തള്ളി പറയില്ല, ഞാൻ ഇടത് സഹയാത്രികനായി തുടരും, ഇനി ഞാൻ എന്തായാലും മത്സരിക്കാനൊന്നും പോകുന്നില്ല, പക്ഷേ ഇടതുപക്ഷത്തിനൊപ്പം തന്നെ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ നട്ടലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു, നല്ല തന്റെ ഇടമുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. എന്തായാലും KT ജലീൽ ഈ വിഷയങ്ങളിലുമൊക്കെ മുഖം നോക്കാതെ മറുപടി പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.